എന്നാലും ആ രമണിയെ സമ്മതിക്കണം. കാണാൻ യാതൊരു ചന്തവും നിറമില്ലാത്ത ആ പെണ്ണിൻ്റെ മരുമകളാണെന്ന് പറഞ്ഞ് യാതൊരു മടിയില്ലാതെ എല്ലായിടത്തും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും ആണെങ്കിൽ ചെയ്യില്ല. വീടിനടുത്തുള്ള കല്യാണ വീട്ടിലെ പതിവ് ചർച്ചയിൽ ഇപ്രാവശ്യവും സംസാര വിഷയം തൻ്റെ ഭാര്യ ഗീതുവാണെന്ന് കേട്ടതും കല്യാണ പെണ്ണിൻ്റെ കൂട്ടുകാർക്ക് കുടിക്കാനെടുക്കാൻ പറയാൻ അകത്തേക്ക് വന്ന പ്രദീപ് അടുക്കളയിൽ അവർക്കടുത്തേക്ക് പോവാതെ ഹാളിൽ തന്നെ നിന്നുപോയി. രമണിക്ക് ആ പെണ്ണിനെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുകൂടാ. 2 ദിവസം മുമ്പോടി എന്നോട് കരഞ്ഞു പറഞ്ഞതാ, ഈ കല്യാണത്തിന് അതിനെയും കൂട്ടി വരുന്നതോർത്തിട്ട് നേരെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്ന്. അമ്മയുടെ പ്രിയ കൂട്ടുകാരികൾ ലതയുടെ വാക്കുകൾ കേട്ടതും തറഞ്ഞു നിന്നുപോയി പ്രദീപ് ഒരു നിമിഷം. തൻ്റെ അമ്മ ഗീതുവിനെ പറ്റി അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല അവന്. തൻ്റെ വീട്ടിലുള്ളവരൊഴികെ പുറത്തുള്ളവർക്കെല്ലാം തൻ്റെ ഗീതു ഒരു സംസാര വിഷയമാണ്. താൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയിട്ട് 5 മാസം ആയെങ്കിലും നാട്ടുകാർക്കിന്നും 4 ആൾ കൂടുന്നിടത്ത് ഗീതു സംസാര വിഷയമാണ്. അവരുടെ കണ്ണിലൂടെ നോക്കിയാൽ സിനിമാ നടന്മാരെക്കാളും ഭംഗിയുള്ള താൻ ജോലിയും സമ്പത്തും മാത്രം നോക്കിക്കെട്ടിയ പെണ്ണാണ് ഗീതു. കാണാൻ യാതൊരു ഭംഗിയില്ലാത്ത ഇട്ടുമൂടാൻ സ്വത്തുള്ളൊരു ഇരുണ്ട നിറക്കാരി പെൺകുട്ടി. അതാണ് അവർക്ക് ഗീതു. പക്ഷെ തനിക്കോ തൻ്റെ പ്രാണൻ തന്നെയാണവൾ. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും വീണ്ടും അകത്തെ സംസാരങ്ങൾക്ക് ചെവി കൊടുത്തു പ്രദീപ്. കാരണം അവരിപ്പോൾ പറയുന്നത് തൻ്റെ അമ്മയെയും ഭാര്യയെയും പറ്റിയാണ്. തൻ്റെ മുന്നിൽ ഗീതുവിനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന സ്നേഹനിധിയാണ് തൻ്റെ അമ്മ രമണി. താൻ അറിയാത്ത, താൻ കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉണ്ടെങ്കിൽ അതറിഞ്ഞേ തീരുമെന്ന് അവനും ഉറപ്പിച്ചു. രമണി മരുമകളെ കൂടെ കൂട്ടുന്നത് നാണക്കേടാണെന്ന് നിന്നോട് പറഞ്ഞോലേ? വീടിനടുത്തുള്ള ലീലച്ചേച്ചിയാണ്. പറഞ്ഞെൻ്റെ ലീലേച്ചി, ആ ചെക്കൻ ഈ പെണ്ണിനെ മാത്രമേ കെട്ടുള്ളെന്ന് വാശി പിടിച്ചപ്പോൾ നിവർത്തികേടുകൊണ്ടാ രമണി കല്യാണത്തിന് സമ്മതിച്ചത്. ചെക്കനും പെണ്ണും തെറ്റിപ്പിരിയാൻ എന്തുമാത്രം വഴിപാട് നടത്തിയിട്ടുണ്ട് അവളെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്തിന് കല്യാണം കഴിഞ്ഞിട്ട് പോലും ആ പെണ്ണ് വല്ല അപകടത്തിലും പെട്ട് ചാവണേന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് രമണി. എപ്പോഴും അവളുടെ ഉള്ളിൽ ആ പ്രാർത്ഥനയുണ്ട്, അറിയോ നിങ്ങൾക്ക്? രഹസ്യം പരസ്യമാക്കി ലത പറയുമ്പോൾ പിടയുന്നുണ്ട് പ്രദീപിൻ്റെ ഹൃദയം പ്രിയപ്പെട്ടവളെ ഓർത്ത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ആ പെണ്ണിനെ സഹിക്കേണ്ട കാര്യമുണ്ടോ രമണിക്ക്? വേണ്ടാന്ന് വെച്ചാൽ പോരെ? അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ രമണിക്ക്? അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ, ആ പെണ്ണിൻ്റെ ദേഹത്ത് കല്യാണത്തിന് കണ്ട സ്വർണ്ണമെല്ലാം ഇപ്പോൾ ഇരിക്കുന്നത് രമണിയുടെ കയ്യിലാണ്. കൂടാതെ അവളുടെ ശമ്പളം കൈകാര്യം ചെയ്യുന്നത് പോലും രമണിയാണ്. മൂത്ത ചെക്കൻ ഇതൊന്നും അന്വേഷിക്കുമെന്നോ നോക്കാറോ ചെയ്യാറില്ല. അവൻ്റെ മുന്നിൽ അവളെ സ്നേഹിച്ച് കൊല്ലുകയല്ലേ രമണി. അതുകൊണ്ട് എന്തായി? ഈ പെണ്ണിനെ വെച്ച് സുഖമായി ജീവിക്കുകയാണ് രമണിയും അവളുടെ 2 മറ്റു മക്കളും. ഓരോരുത്തരുടെ യോഗം, അല്ലാതെന്താ? ആ പെണ്ണിൻ്റെ എല്ലാം നേടിക്കഴിയുമ്പോൾ ചിലപ്പോൾ രമണി ആ പെണ്ണിനെ കൊല്ലാനും മടിക്കില്ല. ലത പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പ്രദീപിൻ്റെ കണ്ണുകൾ. അവിടെ നിന്നിറങ്ങി വീടിന് നേരെ നടക്കുമ്പോൾ കണ്ടു കല്യാണ വീട്ടിലേക്ക് വരുന്ന അമ്മയെയും അനിയത്തിയെയും. അവരിരുവരും ദേഹം നിറയെ ധരിച്ചിരിക്കുന്നത് ഗീതുവിൻ്റെ ആഭരണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു പ്രദീപ്. അനിയത്തിയുടെ ചെരുപ്പും ചുരിദാറുമെല്ലാം ഗീതുവിൻ്റേതാണ്. ഗീതു വന്നില്ലേ അമ്മേ നിങ്ങളുടെ കൂടെ? അവർക്കരികെ ചെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ മറുപടി അറിയാനുള്ള തിടുക്കം പ്രദീപിൻ്റെ ഉള്ളിലുണ്ട്. കൊച്ചിനോട് ഇപ്പം വരണ്ടാന്ന് പറഞ്ഞു മോനെ ഞാൻ. അതവിടെ വന്നങ്ങനെ വെറുതെ നിൽക്കണ്ട, കഴിക്കാറാവുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. സ്നേഹം പുരട്ടി അമ്മയുടെ വാക്കുകൾക്കുള്ളിലെ ഇഷ്ടമില്ലായ്മ ഇത്തവണ വേഗം തിരിച്ചറിഞ്ഞു പ്രദീപ്. പിന്നീട് അങ്ങോട്ട് അവൻ്റെ കണ്ണുകൾ അമ്മയ്ക്കും ഗീതുവിനും പുറകെ തന്നെയായിരുന്നു. മറ്റൊരാൾക്കും മനസ്സിലാവാത്ത വിധത്തിൽ തന്ത്രപരമായി തൻ്റെ അമ്മ ഗീതുവിനെ എല്ലായിടത്തും ഒറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവർക്ക് മുൻപിൽ അവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാൻ ഗീതുവിനെ സൂത്രത്തിലിട്ട് കൊടുക്കുന്നതുമെല്ലാം പ്രിയൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തതും പൊടിഞ്ഞു പോയവൻ്റെ നെഞ്ചം തൻ്റെ പാതിയെപ്പറ്റി ഓർത്ത്. ഏട്ടത്തി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഷൂ വാങ്ങാനുള്ള പണം ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി എന്താ തരാത്തത്? പറ്റിക്കാനാണെങ്കിൽ നടക്കില്ല കേട്ടോ, എനിക്ക് പൈസ വേണം ഇപ്പോൾ. 2 ദിവസം കഴിഞ്ഞൊരു നാൾ ഗീതുവിന് നേരെ ശബ്ദം ഉയർത്തുന്ന അനിയൻ പ്രവീണിനെ കണ്ടാണ് പ്രദീപ് രാവിലെ എഴുന്നേറ്റത്. എന്താടാ ശബ്ദം ഉണ്ടാക്കുന്നത്? നീ എന്താ ഗീതുവിനെ പേടിപ്പിക്കുന്നോ? പ്രവീണിന് നേരെ പ്രദീപിൻ്റെ ശബ്ദം ഉയർന്നു. എൻ്റെ പ്രദീപേ, അത് അവർ അനിയനും ഏട്ടത്തെയും തമ്മിലുള്ള കാര്യമാണ്, അതിൽ നീ ഇടപെടണ്ട, അത് അവർ തീർത്തോളും. ഇടയിൽ കയറി രമണി പറഞ്ഞതും അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു പ്രദീപ്. അതങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതല്ല അമ്മേ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരാനും നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യാനും ഉള്ള ഒരാളല്ല ഗീതു. എൻ്റെ ഭാര്യയാണവൾ. പകൽ 10 ആളുടെ മുന്നിൽ വെച്ച് അവളെ നിങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അവളുടെ പൈസ മാത്രമായിട്ട് നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. ഉയർന്നവിടെ പ്രദീപിൻ്റെ ശബ്ദം ഒന്ന് പതറി അവനു മുൻപിൽ അമ്മയും അനിയനും. പകൽ 10 ആളുടെ മുൻപിൽ അംഗീകരിക്കാൻ നിന്റെ ഭാര്യയ്ക്ക് എന്താണ്ടാ ഉള്ളത്? ആകെയുള്ളത് പണമാണ്. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എന്താ തെറ്റ്? നീയും അങ്ങനെ തന്നെയല്ലേ? നിനക്ക് ജീവിക്കാൻ നീയും എടുക്കുന്നുണ്ട് അവളുടെ പണം.
പിന്നെ കൂടെ കിടക്കാനും കിടത്താനും തോന്നുമ്പോൾ അതും ചെയ്യുന്നുണ്ട്. നീ നിന്റെ ആവശ്യം പോലെ. നിനക്ക് വേണ്ടത് നീയും ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളും എടുക്കുന്നതിൽ എന്താണുള്ള തെറ്റ്? അമ്മയ്ക്കുള്ളിലെ അതുവരെ ഒതുക്കി നിർത്തിയ വെറുപ്പ് പുറത്തു ചാടിയതും പകച്ചു പ്രദീപ്. അനാവശ്യം പറയരുതമ്മേ. ഞാൻ കൂടെ കിടത്തുന്നുണ്ടെങ്കിൽ അതവൾ എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. സ്ഥാനം മറന്ന് സംസാരിക്കരുതമ്മേ. അമ്മയ്ക്ക് നേരെ പ്രദീപിൻ്റെ ശബ്ദം ഉയർന്നതും ഒരു പുച്ഛച്ചിരി തെളിഞ്ഞു അമ്മയുടെ മുഖത്ത്. ഇവളൊക്കെയാണോടാ ഭാര്യ? ഇരുട്ടിൻ്റെ മറവില്ലാതെ ഇവളെപ്പോലെ ഒരുത്തിയുടെ കൂടെ ആരെങ്കിലും കിടക്കോ നീയല്ലാതെ? വെറുപ്പിൽ മുങ്ങിയ അമ്മയുടെ വാക്കുകൾക്ക് മുൻപിൽ അറിയാതെ ഉയർന്നുപോയി പ്രദീപിൻ്റെ കൈകളെങ്കിലും നിറകണ്ണുകളോടെ അവനെ തടഞ്ഞു ഗീതു. ഉള്ളിൽ വന്നൊരു തേങ്ങിക്കരച്ചിലൂടെ ഗീതുവിനെ എല്ലാവർക്കും മുൻപിൽ വെച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തമർത്തി ചുംബിക്കുമ്പോൾ പെറ്റ തള്ളയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയൊരു മകൻ്റെ കണ്ണീരുണ്ടായിരുന്നു പ്രദീപിൽ. തങ്ങൾക്കായി ഉള്ളതെല്ലാം എടുത്ത് അന്നാ വീടിൻ്റെ പടി ഗീതുവിനെയും കൂട്ടി പ്രദീപ് ഇറങ്ങിയെങ്കിലും 4-5 വർഷങ്ങൾക്കിപ്പുറം ഇന്നാ വീടിൻ്റെ പടി വീണ്ടും ഗീതുവും ഒന്നിച്ച് ചവിട്ടി പ്രദീപ്. പ്രദീപിൻ്റെ അനിയൻ പ്രവീണിൻ്റെ ഭാര്യയുമായി രമണി അമ്മായിയമ്മ പോര് നടത്തിയപ്പോൾ ആ പെൺകുട്ടി പ്രതികരിച്ചത് ഗ്യാസിലിരുന്ന് തിളയ്ക്കുന്ന പാലെടുത്ത് രമണിയുടെ മുഖത്തൊഴിച്ചാണ്. പൊള്ളി വികൃതമായ മുഖവുമായി ഗീതുവിനും പ്രദീപിനും മുന്നിൽ കണ്ണീരോടെ കിടന്നു രമണി. ഒരു സാധാരണ സന്ദർശനം പോലെ തന്നെ കണ്ടുമടങ്ങുന്ന മകനെയും മരുമകളെയും പ്രതീക്ഷയോടെ നോക്കി രമണി. അവർക്കൊപ്പം തന്നെയും കൊണ്ടുപോകാൻ പറയാതെ പറഞ്ഞുകൊണ്ട്, പുകഞ്ഞ കൊള്ളികൾ പുറത്തു തന്നെയാണമ്മേ എന്നും എന്നമ്മയ്ക്കൊരു പുഞ്ചിരിയിൽ മനസ്സിലാക്കി കൊടുത്ത് തികച്ചും അപരിചിതരായി അവിടെ നിന്നിറങ്ങി നടന്നു ഗീതവും ഒന്നിച്ച് പ്രദീപ് തങ്ങളുടെ മാത്രമായ സ്വർഗത്തിലേക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.